നമസ്കാരം. എവിടെ അധികാരവും സമ്പത്തും ഉണ്ടോ അവിടെ അലങ്കോലമാക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സമ്പത്തില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അധികാരമില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ആരും തിരിഞ്ഞു നോക്കില്ല. കേരളത്തിൽ 5000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. ദേവസ്വം ബോർഡുകൾക്ക് തന്നെ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഗുരുവായൂരിൻ്റെ കാര്യം നോക്കുന്നു, മലബാർ ദേവസ്വം ബോർഡ് മലബാറിലെ ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കുന്നു, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ കാര്യം നോക്കുന്നു, തൃശ്ശൂരിലെ ശബരിമല അയ്യപ്പൻ ഉൾപ്പെടെയുള്ള 1250 ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ അടി, തല്ല്, കുത്ത്, വെട്ട്, കൊലപാതകം, കൊള്ള എല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ടൊരു അമ്പലമാണ് ശബരിമല. എന്തുകൊണ്ടത് നടക്കുന്നു? ബാക്കി ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ വേറെ ട്രസ്റ്റാണ്, ചക്കുളത്ത് കാവലമ്മ വേറെ ട്രസ്റ്റാണ്, വേറെ എല്ലാം ട്രസ്റ്റുകളാണ് നടത്തുന്നത്. അപ്പോൾ അവിടെയൊന്നും കയറി കളിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. ഇത്രമാത്രം സ്വത്ത് വരുന്ന, അത്രമാത്രം ഭക്തർ വരുന്ന ഒരു പർട്ടിക്കുലർ സീസൺ 40 ദിവസം 45 ദിവസം കൊണ്ട് കോടിക്കണക്കിന് ഭക്തർ വരുന്ന 2-3 കോടി ആളുകൾ വരുന്ന 4-5 സംസ്ഥാനത്തു നിന്ന് ആളുകൾ വരുന്ന, കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ചലിപ്പിക്കുന്ന 600-700 കോടി രൂപ സ്റ്റേറ്റിന് കിട്ടുന്ന വലിയ ഒരു ക്ഷേത്രമാണ് ശബരിമല. അത് തുടക്കം മുതലേ അതിന് അപശകുനങ്ങളുമുണ്ട്. ആരുടെ ശാപമാണെന്നറിയില്ല, എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. 8-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പണിത ഒരു ക്ഷേത്രമാണത്. ഓലയിലും ഷീറ്റിലും ഒക്കെ പണിതതാണ്. പിന്നെ കാലാകാലമായി ക്രമാനുഗതമായി അതിങ്ങനെ വളർന്ന് വന്നു. അത് ബുദ്ധൻ്റെ ക്ഷേത്രമാണെന്ന് പറയുന്നവരുണ്ട്, ജൈനൻ്റെ ക്ഷേത്രമാണെന്ന് പറയുന്നവരുണ്ട്, മലയരയന്മാരുടെ ക്ഷേത്രമാണെന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 1903 അത് തീ പിടിച്ചു അവിടുത്തെ വിഗ്രഹത്തിന്. അതിനുശേഷം പുതുക്കി പണിതു. 1950 അത് തീ വച്ചു. 4 ക്രിസ്ത്യൻ കുടുംബക്കാർ വന്ന് അവിടെ തീ വച്ചു. അതിനുശേഷം വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി. അങ്ങനെ വലിയ ഒരു പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണത്. ശാസ്താവിൻ്റെ ക്ഷേത്രമാണ്. ശാസ്താവ് എന്ന് പറഞ്ഞ് ശാസിക്കുന്നവൻ. തമിഴ്നാട്ടിൽ അയ്യനാർ ക്ഷേത്രങ്ങളാണ് ശാസ്താ ക്ഷേത്രം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ തിരുനെൽവേലിക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ ആണ് ഈ ശാസ്താ ക്ഷേത്രങ്ങളുടെ ഒരു ഉദയമെന്ന് വേണമെങ്കിൽ പറയാം. കല്ലടക്കുറിച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്നാണ്. മണവാളക്കുറിച്ചി, തിരുവാളക്കുറിച്ചി എന്നൊക്കെ പറയും, കുറേ അങ്ങനെ സ്ഥലപ്പേരാണ്. അങ്ങനെ കല്ലടക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയാം. കേരളത്തിൽ ബ്രാഹ്മിൺസും അയ്യർമാരും ഒക്കെ വന്നാണ് ഇത്രയും ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. ഈ അയ്യർ ക്ഷേത്രങ്ങളും ശാസ്താ ക്ഷേത്രങ്ങളും ഉണ്ടാകുന്നത് അതെല്ലാം ഒരു റീജിയനിലാണ്. അഗസ്ത്യമലയുടെ റീജിയനിൽ തുടങ്ങി, ഒരു മേഖലയിൽ തുടങ്ങി, അതായത് നമ്മുടെ കുളത്തൂപ്പുഴ, പിന്നെ ശാസ്താംകോട്ട, ഇങ്ങനെ കൊല്ലം, അങ്ങനെ പിടിച്ച് അങ്ങനെയാണ് ശബരിമല വരെ പോകുന്ന ഈ മലയോരങ്ങളിൽ വരുന്ന ശാസ്താ ക്ഷേത്രങ്ങൾ. പിന്നെ അത് തിരിച്ച് മറ്റൊരു കാര്യം പറയാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രേഡിന് വരുന്ന ഈ വ്യാപാരത്തിന് വരുന്ന ആളുകളുടെ താവളമായിട്ടൊക്കെ ഇത് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. കഥകൾ ഒരുപാടുണ്ട്, ചരിത്രം ഒരുപാടുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് അയ്യപ്പനാണ് ഒരു കൂട്ടർ പറയുന്നു. മണികണ്ഠനാണ്, അതായത് പന്തളം രാജാവിൻ്റെ പുത്രനായിരുന്ന മണികണ്ഠനാണ് മറ്റൊരു കൂട്ടർ പറയുന്നു. മഹിഷിയെ കൊല്ലുന്നതിന്, മഹിഷാസുരൻ്റെ സഹോദരി മഹിഷിയെ കൊല്ലുന്നതിന് വേണ്ടി വന്നിട്ടുള്ള അയ്യപ്പനാണ് അത് എന്നൊരു ഒരു വാദമുണ്ട്. മോഹിനി രൂപം പൂണ്ടിട്ടുള്ള വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും മോഹിനി രൂപത്തിലുണ്ടായ പാലാഴി കടയുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളാണ്. ഈ പുരാണത്തിൽ പറയുന്ന കഥ അനുസരിച്ച് ഉള്ള മോഹിനി രൂപം പൂണ്ട ദേവതയിൽ നിന്നിൻ്റെ തുടയിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ കുറേ കഥകളുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ശബരിമല എന്നും വിവാദമാണ്. ഒന്ന്, അതിൻ്റെ സ്വത്തിനെ സംബന്ധിച്ച് വലിയ കൊള്ളയും കൊലപാതകവും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കൊള്ളയാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് ആഗോള സംഗമം നടത്തി. അതിനിടയിലാണിപ്പോൾ സ്ത്രീകളുടെ കയറ്റവുമായി ബന്ധപ്പെടുത്തിയൊരു വിവാദം. കാനന ക്ഷേത്രമാണ്, കാട്ടിൻ്റെ നടുക്കാണ് ക്ഷേത്രം. പുരുഷന്മാർക്ക് പോലും പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വളരെ കുഞ്ഞുനാളായിരുമ്പോൾ എൻ്റെ അങ്കിളും എൻ്റെ വീട്ടിലുള്ള ഒരു ചേട്ടനുമൊക്കെ പോകുമ്പോൾ, അല്ല അയൽവക്കത്തുള്ളവരൊക്കെ പോകുമ്പോൾ, അവർ പോയിട്ട് തിരിച്ചു വരുന്നവരെ വീട്ടിലിരിക്കുന്നവർ പ്രാർത്ഥിക്കും. കാരണം ബസ്സിലാണ് പോകുന്നത്. പിന്നെ ബസ്സിൽ പോയി പമ്പയിൽ നിന്നും എരുമേലിയിൽ നിന്നും നടന്നു പോകണം, കിലോമീറ്ററോളം നടന്നു പോകണം. പോകുന്ന 6-7 ദിവസം എടുക്കും പോയിട്ട് വരാൻ. ഈ 6-7 ദിവസവും വിളക്ക് കൊളുത്തി 24 മണിക്കൂറും വിളക്ക് കൊളുത്തി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കും എല്ലാവരും.
ഉറങ്ങുമ്പോൾ ഉറങ്ങും, ബാക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിയുള്ള ബാക്കി സമയമില്ലായിരുന്നു പ്രാർത്ഥിക്കും. കാരണം അവർ പോയാൽ അവർ തിരിച്ചു വരണം. പലരെയും പുലി കടിക്കും, പലരെയും ആന ചവിട്ടും, അങ്ങനെ എല്ലാവരും വരണമെന്നില്ല. അവിടെ വെച്ച് മരിച്ചാൽ അത് പുണ്യമായി കണക്കാക്കും. അങ്ങനെ ഒരു കാനന ക്ഷേത്രമായിരുന്നു. അവിടെ സ്ത്രീകൾ പോകാറില്ലായിരുന്നു. ചിലപ്പോൾ അപൂർവമായിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകാം. എന്നാൽ 80കളാകുമ്പോൾ ശബരിമലയ്ക്ക് വലിയ പ്രശസ്തി വന്നു. പ്രാക്കുളം ഫാസി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വലിയ ജാഥയൊക്കെ നടത്തി. കുളത്തൂപ്പുഴയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പല സ്റ്റേറ്റിലേക്കൊക്കെ പോയി ജാഥകളും ബഹളങ്ങളും ഉണ്ടായി. ശബരിമലയെക്കുറിച്ച്, അയ്യപ്പനെക്കുറിച്ച് സിനിമകൾ വന്നു. അപ്പോൾ വലിയ പ്രശസ്തിയായി. ആ സമയത്ത് തമിഴ്നാട്ടിലെ ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടി 80കളിൽ അവിടെ സ്ത്രീകൾ കയറിയതുമായിട്ട് ബന്ധപ്പെടുത്തി വിവാദങ്ങൾ വന്നു. 87ൽ ജയമാല സിനിമാ നടി അവിടെ വന്നിട്ട് 18ാം പടി കയറി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ എത്തി. അവിടുത്തെ പടിയുടെ അടുത്ത് വരെ വീണു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകൾ വന്നു. പിന്നെ അവർ നിഷേധിച്ചു. പിന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട്. എന്തായാലും 1990ൽ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ജസ്റ്റിസ് പരിപൂർണനൊരു കത്തയച്ചു. കത്ത് വേറൊന്നുമില്ല, ശബരിമലയിൽ ഒരുപാട് സ്ത്രീകളൊക്കെ വരുന്നു, അഴിഞ്ഞാട്ടം നടക്കുന്നു, മോശം നടക്കുന്നു, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു, ഡാൻസ് നടക്കുന്നു, ക്യാമറ നടക്കുന്നു, അത് കാട്ടിനകത്താണ്, വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് കത്തയച്ചു. അങ്ങനെ ജസ്റ്റിസ് പരിപൂർണൻ ഒരു സുവമോട്ടോ കേസെടുത്തു. ചീഫ് സെക്രട്ടറിക്കും ദേവസ്വം സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞ് അവർ കൗണ്ടർ അഫിഡവിറ്റുകൾ സമർപ്പിച്ചു. അപ്പോൾ അവർ കൊടുത്തത് അവിടെ ശബരിമലയിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് കയറാം, ഈ സീസണിൽ മാത്രമേ കയറാൻ പറ്റാതിരുന്നുള്ളൂ, ബാക്കി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വെച്ച് സീസണിൽ കയറുന്നില്ല, അതായത് ഈ മകരവിളക്ക് സീസണിൽ കയറുന്നില്ല, വൃശ്ചികം 1 മുതൽ മകരം വരെ, വേറെ വൃശ്ചികം ധനു മകരം ആ മാസങ്ങളിലാണ് കയറാത്തത്, ബാക്കി ദിവസങ്ങളിൽ കയറാറുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഇതിനുള്ള കെ ബി വത്സലകുമാരി IAS എന്ന് പറയുന്നവർ ജൂനിയറായിരുന്നു, 50 വയസ്സിന് താഴെയുള്ള സമയത്ത് അവിടെ കയറുമായിരുന്നു എന്നും അങ്ങനെ ഈ ഒരു വാർത്ത വന്നു. എന്തായാലും പിന്നെ അതുപോലെ തന്നെ അവരുടെയൊക്കെ ദേവസ്വം ബോർഡിലുള്ള പലരുടെയും മക്കളും പ്രായപൂർത്തിയായവരും ഈ 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുമൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. 18ാം പടി വഴിയല്ല, അല്ലാതെ അവിടെ 2 വഴിയും പോകാമല്ലോ, അല്ലാതെ നടയിൽ പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഒരുപാടുണ്ട്. ഇതിനിടയിലാണ് ഹിന്ദു ഐക്യവേദിയുടെയും പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും പിന്നെ മിസോറാം ഗവർണറും ഒക്കെ ആയും ഇരുന്ന കുമ്മനം രാജശേഖരൻ നിലയ്ക്കൽ സമരമൊക്കെ നടത്തിയ അദ്ദേഹം കുമ്മനം രാജശേഖരൻ പരാതികൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൻ്റെയും കോടതിയുടെ ശ്രദ്ധയിലൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നു. ഇതെല്ലാം ഇരുന്നപ്പോഴാണ് കേരള സർക്കാർ അച്യുതാനന്ദൻ്റെ ഭരണകാലത്തൊരു അഫിഡവിറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഈ ജസ്റ്റിസ് പരിപൂർണൻ്റെ ഉത്തരവ് വരുന്നത് അവിടെ കയറാൻ പറ്റത്തില്ല, ഇങ്ങനെ സ്ത്രീകൾ കയറേണ്ട കാര്യമില്ല, അവിടെ അലിമ്പാക്കണ്ട മീൻസ് ഇങ്ങനെ സിനിമ ഷൂട്ടിങ് മറ്റു കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്നുള്ളതിൽ ഇപ്പോൾ പോണതുപോലെ പോയാൽ മതി എന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കി. അതിനെതിരെയും ഒരുപാട് ആളുകൾ 2007ൽ കൊണ്ട് പരാതികൾ കൊടുത്തു. ആ പരാതി കൊടുത്ത സമയത്താണ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്തു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ പിന്നെ വേണമെങ്കിൽ കോടതിക്ക് ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കാം, ആചാര്യന്മാരുടെയും ഈ തന്ത്രിമാരുടെയും ഒരു കമ്മിറ്റി വെച്ച് ഇത് പരിശോധിച്ച് ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമെന്ന് ഗവൺമെൻറ് കോടതി പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ആൾ ഇന്ത്യ യങ് അസോസിയേഷൻ, ലായേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന വേറെ കുറേ ആളുകൾ, മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾ സുപ്രീം കോടതി കൊണ്ട് കേസെടുത്തു. 18ൽ വിധിയായത് 5 അംഗ ബെഞ്ചാണ്. മൽഹോത്ര ഉണ്ടായിരുന്നു, വനിതയുണ്ടായിരുന്നു, ബാക്കി 4 പുരുഷന്മാർ ഒരു വശത്തും വനിത വേറൊരു വശത്തും. നോക്കൂ, വനിതകളെ കയറ്റണ്ട എന്നുള്ള സ്ഥലത്താണ് ഒരു വനിത നിന്നത്, കയറ്റണം എന്നുള്ള സ്ഥലത്ത് പുരുഷന്മാർ നിന്നു, പുരുഷ ജഡ്ജിമാർ നിന്നു. 4 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്, 4 വകുപ്പുകളാണ് നോക്കിയത്. ആർട്ടിക്കിൾ 14, 15, 16, ആർട്ടിക്കിൾ 25, 26. ആർട്ടിക്കിൾ 25, 26 പറയുന്നത് അവിടെ മതസ്വാതന്ത്ര്യം, എല്ലാവർക്കും മതസ്വാതന്ത്ര്യം, ആരാധന സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടല്ലോ എന്നാണ് ഒരു ചോദ്യം. ഇപ്പുറത്തുള്ള ചോദ്യം 14, 15 തുല്യതയുടെ കാര്യങ്ങളാണ് പറയുന്നത്, സ്ത്രീ നീതി, സ്ത്രീ തുല്യതയുടെ കാര്യം. അവിടെ ഒന്നും ഡിസ്ക്രിമിനേഷൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്, ഹിന്ദു ആചാരമനുസരിച്ച് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ഹിന്ദു ധർമ്മം അനുസരിച്ച് ക്ഷേത്രമെന്ന് പറയുന്നത് ദൈവമല്ല, ദേവതാ സമ്പ്രദായമാണ്, ഈശ്വരനുമല്ല, ദേവതാ സമ്പ്രദായമാണ്. ദേവതാ സമ്പ്രദായത്തിൽ വിഷ്ണു പിന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, പിന്നെ ആദിപരാശക്തി, പിന്നെ അമ്മ, ആ ഒരു കൺസെപ്റ്റ്, ദേവി സങ്കല്പ കൺസെപ്റ്റ്, പിന്നെ മുരുകൻ, ഗണപതി, ഇങ്ങനെ മക്കൾ, ചെറുമക്കൾ, അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ധാരാളം ദൈവങ്ങളുടെ കൺസെപ്റ്റാണ്. രണ്ടാമതുള്ളൊരു ദൈവത്തിൻ്റെ ദേവതാ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത രൂപവും ഭാവവുമാണ് പ്രധാനം. ഏത് ഭാവത്തെയാണ് ആരാധിക്കുന്നത്, പൂജിക്കുന്നതുള്ളതാണ്. അപ്പോൾ ശബരിമലയെ അതുകൊണ്ടാണ് ഇത്രയും ക്ഷേത്രങ്ങളിൽ വൈവിധ്യം വന്നിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൽ പായസമായിരിക്കും, ഒരു സ്ഥലത്തിൽ ചോറായിരിക്കും, ഒരു സ്ഥലത്ത് പിന്നെ പടച്ചോറായിരിക്കും, ഒരു സ്ഥലത്ത് പഴമായിരിക്കും. ഓരോ സ്ഥലത്തും നിവേദ്യത്തിൽ വ്യത്യാസമുണ്ട്,
പൂജയിൽ വ്യത്യാസമുണ്ട്, പൂക്കളിൽ വ്യത്യാസമുണ്ട്, എല്ലാറ്റിലും വൈവിധ്യമുണ്ട്. കാരണം ഏത് ഭാവമാണോ അവിടെ വച്ചിരിക്കുന്നത് അതിൻ്റെ മൂലമന്ത്രം എന്താണോ തന്ത്രി പറയുന്നത് അതിനനുസരിച്ചുള്ള ആചാരക്രമങ്ങളാണ് നിശ്ചയിച്ച് പോകുന്നത്. ഇതൊരു സഭ നിശ്ചയിക്കുന്നു എന്നേ ഉള്ളൂ, താന്ത്രിക സഭ നിശ്ചയിച്ച് പോകുന്നു. അപ്പോൾ ഇത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 2 വിഷയങ്ങളാണ് പറയുന്നത്. സ്ത്രീകൾ കയറരുത്, 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറരുതെന്ന് പറയുന്നത് 2 ആത്മീയ വിഷയങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള ഭാവത്തിലുള്ള വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനായിട്ടുള്ള ബ്രഹ്മചര്യം ആചരിക്കുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ആ ഭാവത്തിലുള്ള ഒരു ദേവതയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകൾ വരുന്നത് ശരിയല്ല. നൈഷ്ഠിക ബ്രഹ്മചാര്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സ്ത്രീകൾ പോകാറില്ല. രണ്ടാമത്തൊരു പ്രശ്നം, ഇരിക്കുന്നത് പട്ടാസനമാണ്, അതായത് ആസനമാണ്, അതായത് യോഗാസനത്തിലാണ് ഇരിക്കുന്നത്. യോഗാസനത്തിൽ കാല് 2 മടക്കി ഇങ്ങനെ ഒരു പട്ട കെട്ടിയിട്ടുണ്ട്, പട്ട കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പട്ടാസനത്തിൻ്റെ ഒരു യോഗാസനക്രമാണ് ഇരിക്കുന്ന ഒരാൾ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾ, സീരിയസായി പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സല്ല, വളരെ സീനിയറായിട്ട് അല്ലാത്ത ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവത്തിലുള്ള ഒരു ദേവതാ സമ്പ്രദായം ഇരിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ, അതായത് പ്രസവിക്കാൻ കഴിവുള്ള പ്രസവിക്കുന്ന പീരീഡ്, അതായത് മെൻസസ് പീരീഡിൽ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ പീരീഡിൽ വരുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഈ ദേവൻ യോഗാസനത്തിൽ നിന്ന് ഉണരുകയും എഴുന്നേൽക്കുകയും വേണം എന്നാണ് സങ്കല്പം. അങ്ങനെ എഴുന്നേറ്റില്ലെങ്കിൽ അത് മാതൃനിന്ദയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വർഷത്തിലൊരു ദിവസം, മകര ദിവസം, പൊങ്കലിൻ്റെ അന്ന് ശബരിമല പന്തളം കൊട്ടാരത്തു നിന്ന് രാജാവിന്, അല്ലാത്ത രാജാവ് അവിടെ പോകില്ല, അച്ഛൻ പോകാൻ പറ്റില്ലല്ലോ, പിതാവ് ചെന്നാൽ മകൻ എഴുന്നേൽക്കണ്ടേ, ഇതല്ലേ സങ്കല്പം. അങ്ങനെ പിതാവിന് പോകാൻ പറ്റത്തില്ല, മകൻ ഇരിക്കുന്നത് ഒരു ദേവതാ സമ്പ്രദായത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന ശാസ്താവിൻ്റെ ഭാര്യമാരായിരുന്ന പൂർണ്ണ പുഷ്കല, അത് 2-3 ഐശ്വര്യം, ഒന്ന് പിന്നെ സന്തോഷം എന്നുള്ള ആനന്ദം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റാണല്ലോ. അത് പൂർണ്ണ പുഷ്കല എന്ന് പറഞ്ഞാൽ 2 ഭാര്യമാരല്ല, സ്ത്രീകളല്ല, അതാണല്ലോ ദേവതാ സങ്കല്പമാണല്ലോ. അപ്പോൾ അവരെ അടുത്തിരുത്തി അന്ന് പൂജയൊക്കെ മാലയൊക്കെ ഇട്ട് അന്ന് ഒരു ദിവസത്തേക്ക് ഈ പന്തള രാജാവിന് വരാൻ പറ്റുന്ന ഒരാഘോഷം അനുവാദം കൊടുത്തു, ഒരു വർഷത്തിൽ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ പൂർണ്ണയും പുഷ്കലയും അടുത്തിരുത്തുകയും അന്ന് നിങ്ങൾ ശാസ്താവിൻ്റെ രൂപത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യണമെന്നുള്ള ഇതെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കല്പങ്ങളാണിതൊക്കെ. അതിലൊരു ദൈവിക അംശം കൂടി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന ശാസ്താവിൻ്റെ ആ ഒരു ദിവസം വരും, ബാക്കി ഒരു ദിവസം പോലും അവിടെ പന്തളം രാജകൊട്ടാരക്കാർക്കും വരാൻ പറ്റത്തില്ല, പിതാവിന് ബാക്കിയുള്ളവർക്ക് വരാം, പിതാവിനും വരാൻ പറ്റത്തില്ല, പിതാവിന് തുല്യമായവർക്ക് അവിടെ വരാൻ പറ്റത്തില്ല, പിന്നെ അതുപോലെ തന്നെ അമ്മമാർക്കും വരാൻ പറ്റത്തില്ല. പ്രസവിക്കാൻ പ്രായപൂർത്തിയായി പ്രസവം നടക്കാൻ പ്രായം പൂർത്തിയാകുന്ന മുതൽ പ്രസവം ആവാമല്ലോ, ഗർഭിണിയാകാമല്ലോ, ആ സമയം മുതൽ ഗർഭം തീരുന്നത് എപ്പോഴും മെൻസസ് കഴിയുമ്പോഴാണല്ലോ, അതുവരെയുള്ള പീരീഡിലുള്ള അമ്മമാർ വന്നാൽ ഭഗവാൻ അല്ലെങ്കിൽ ഈ സമാധി ആസനത്തിലിരിക്കുന്ന, യോഗാസനത്തിലിരിക്കുന്ന, പട്ടാസനത്തിലിരിക്കുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ എഴുന്നേൽക്കണം. അങ്ങനെ സ്ത്രീകളിങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നാൽ 10-50 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് വരാം എന്ന് പറഞ്ഞാൽ അതിരാവിലെ നിർമ്മാല്യത്തിന് 3 മണിക്ക് അമ്പലം തുറന്നാൽ പിന്നെ പാതിരാത്രിയാണ് അമ്പലം അടയ്ക്കുന്നത്. അതുവരെ സ്ത്രീകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ പിന്നെ ഈ ദേവതയ്ക്ക് പിന്നെ പ്രസക്തി ഇല്ലല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലാതെ മാളികപ്പുറത്തിൻ്റെ കല്യാണം കഴിക്കുന്ന മാളികപ്പുറത്ത് അമ്മ വേറെ കൺസെപ്റ്റാണ്, ഇതുമായി ബന്ധമുള്ള ഭാര്യയുടെ കൺസെപ്റ്റിലല്ല മാളികപ്പുറത്തിരിക്കുന്നത്. സ്വരാജ് പറയുന്ന പോലെയല്ല. അത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്, അല്ലാതെ തന്നെ അമ്മയുടെ ഭാവത്തിലിരിക്കുന്ന കഥ പറയുന്നുണ്ട്, അത് വേറെയാണ് കഥ. എന്തായാലും ഈ 2 കാര്യങ്ങൾ, ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്ന് പറയുന്ന ഒരു ഭാവത്തിലിരിക്കുന്ന ഒരു ദേവതാ സമ്പ്രദായത്തിൽ സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന്, 10-50 വയസ്സിനിടയ്ക്കിടയ്ക്ക് സ്ത്രീകൾ പോകാൻ പാടില്ല എന്നൊരു നിയമം അവരുണ്ടാക്കി വെച്ചു. അത് പാലിക്കണം എന്നുള്ളതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ആഗ്രഹം. അതുപോലെ ഞാനീ പറഞ്ഞ അമ്മ പ്രയോഗം, അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന യോഗാസനത്തിലിരിക്കുന്ന, പിന്നെ യോഗയിലിരിക്കുന്ന, നിദ്രയാണല്ലോ, ഉണർന്നല്ലല്ലോ ഇരിക്കുന്ന ആൾ, അമ്മമാർ വന്നാൽ എഴുന്നേൽക്കണം. അത് പിന്നെ അതൊരു നിദ്രയ്ക്ക് ഭംഗം പറ്റും. അവിടെ കുറച്ച് പൂജകളെ പാടുള്ളൂ, അവിടെ കൊടിമരം വേണ്ട, വലിയ പൂജകൾ ചെയ്യുന്ന സ്ഥലമല്ല, ചെണ്ടയും മേളവും ആനയും ഒന്നും വരേണ്ട സ്ഥലമല്ല ശബരിമല.
അവിടെ നിദ്രയിലിരിക്കുന്ന കൂടുതൽ സൈലൻസ് ആവശ്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് കാട്ടിൻ്റെ നടുക്ക് വെച്ചത്. പക്ഷേ നമ്മൾ കാശുണ്ടാക്കാൻ വേണ്ടി, നമ്മളെല്ലാത്തിനും കാശുണ്ടാക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ കേസിലേക്ക് വരാം. ഇപ്പോൾ 2018 സ്ത്രീകളെ ഇതിനകത്ത് കയറ്റാം, 50 വയസ്സ് 10 വയസ്സിൽ 50 വയസ്സുള്ളവരെ കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആ വാർത്ത വന്നപ്പോൾ തന്നെ RSSൻ്റെ ഫയ്യ ജോഷി എന്ന് പറയുന്ന സർവ്വസംഘചാലക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആളുണ്ട്, മോഹൻ ഭഗവത് ഉണ്ട്. തൊട്ട് താഴെ രണ്ടാമത്തെ വൈസ് പ്രസിഡൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ രണ്ടാമനായിട്ടുള്ള ആളിനെ ഒരു ലേഖിക, ഒരു ഹിന്ദി ലേഖിക പോയി ചോദിക്കുന്നുണ്ട്, അയ്യപ്പ മന്ദിറിൽ ഇങ്ങനെ വനിതകളെ കയറ്റുന്നത് ഒരു ഓർഡർ വന്നിട്ട്, വെർഡിക്റ്റ് വന്നിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പോൾ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അദ്ദേഹത്തിന് ശബരിമല അയ്യപ്പനെ അറിയത്തില്ല. അയ്യപ്പൻ മീൻസ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി കഥകളും. വടക്കേ ഇന്ത്യയിലെ ദേവതാ സമ്പ്രദായമല്ല ഇവിടുത്തെ ദേവതാ സമ്പ്രദായം. വടക്കേ ഇന്ത്യയിൽ താന്ത്രിക വിദ്യയ്ക്ക് അത്ര പ്രാധാന്യമില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ താന്ത്രിക വിദ്യയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ പണിതിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവിടുത്തെ പത്രലേഖകർ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, അന്ന് മുഖ്യമന്ത്രി എവിടെയാണ്? വിദേശത്താണ്, അമേരിക്കയിലാണ്. കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു. രമേശ് ചെന്നിത്തല പറഞ്ഞു വളരെ നല്ല തീരുമാനം, കാരണം RSSകാർ തന്നെ പറഞ്ഞിരിക്കുന്നത് നല്ലതെന്ന്, നല്ല തീരുമാനമെന്ന് പറഞ്ഞ് പിറ്റേന്ന് ജന്മഭൂമിയിൽ വലിയ വാർത്ത വന്നു. ഇതിനിടയിൽ ഭാരതീയ വിചാര കേന്ദ്രക്കാർ ലേഖനം എഴുതി. അങ്ങനെ എല്ലാവരും കയറാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു. ആ സമയത്താണ് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി ഡൽഹി അവിടെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് വിചാരിച്ചു, ഇത് നല്ല അടിപൊളി സമയമല്ലേ, കാരണം സ്ത്രീകളെല്ലാം കയറ്റി കഴിയാം, ഒരു നവോത്ഥാനം നടത്താം. ഇതിനിടയിൽ ഒരു ബിസിനസ് പരിപാടി നടന്നു. 200 ഏക്കർ സ്ഥലം ശബരിമലയിൽ മേടിക്കുക. കാട്ടിലാണ്. കാട്ടിനകത്തുനിന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് 200 ഏക്കർ സ്ഥലം മേടിക്കുക. അവിടെ 56 ഏക്കർ ഒഴിച്ചൊരു 1 മില്ലിമീറ്റർ ഏക്കർ പോലും കൂടുതൽ ആരും കൊടുക്കത്തില്ല. എന്നാലും അവിടെ കടുവാ സങ്കേതത്തിൻ്റെ സാങ്ച്വറിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് സ്ഥലമൊന്നും കിട്ടില്ല. എന്നാലും അത് ഇൻ്റർനാഷണൽ ട്രീറ്റിയൊക്കെ ഉള്ളതാണ്. അതെന്നാലും കിട്ടുമെന്ന് നോക്കി 200 ഏക്കർ സ്ഥലം ചോദിക്കുന്നു. അവിടെ എന്ത് വരുന്നു? വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വരുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ വരുന്നു. താഴെ എരുമേലിയിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ്ഥലത്ത് നമ്മുടെ യൂസഫ് അലിയും രവിപ്പിള്ളയും ആ സംഘമായിട്ടൊക്കെ ചേർന്നുള്ള ഷെയർ ചെയ്തിട്ടുള്ള വിമാനത്താവളം വരുന്നു. അങ്ങനെ അടിപൊളി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പിണറായി വിജയൻ കണ്ടു. അല്ല പിണറായി വിജയൻ ഇപ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റണമെന്നോ മറ്റു കാര്യമൊന്നുമില്ല. ഇതിനിടയിൽ പിണറായി വിജയൻ്റെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങളിതിപ്പോൾ കയറ്റി കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി ഇതെല്ലാം കഴിഞ്ഞുള്ള നവോത്ഥാന നായകൻ നിങ്ങളായിരിക്കും. അപ്പോൾ ഒരു വശത്ത് നവോത്ഥാന നായകരായ സ്ത്രീകളെ കയറ്റാനുള്ള വെർഡിക്റ്റിൽ ആവേശത്തുള്ള കയറ്റി, മറുവശത്ത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇതിനിടയിൽ ആരും പുറത്തു വന്നില്ല. RSS ഇങ്ങനെ പറയുന്നു, BJP പറയുന്നു, കോൺഗ്രസ് ഇങ്ങനെ ആകെ നിന്നപ്പോഴാണ് അവിടെ കുറേ മലയരയന്മാരും കുറച്ച് ആളുകളും ഈ പന്തളം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടവരും അങ്ങനെ കുറച്ച് ഈ ഇല്ലവുമായി ബന്ധപ്പെട്ടവരും ഒക്കെ, താഴമൻ ഇല്ലവുമായി ബന്ധപ്പെട്ട കുറച്ച് പേര് ചെറിയ സമരം തുടങ്ങി. അവിടെ പ്രത്യേകിച്ച് ആദിവാസികളൊക്കെയാണ് ഈ സമരം തുടങ്ങി. അത് അങ്ങ് കയറി കത്തി. ദിവസം കഴിയുന്തോറും വലിയ പ്രാധാന്യം വന്നു. NSS നായർ സർവീസ് സൊസൈറ്റി രംഗത്തിറങ്ങി, SNDP രംഗത്തിറങ്ങി, അഗ്രഹാരത്തിലുള്ള സ്ത്രീകളും വനിതകളും കുട്ടികളും സകല പേരും റോഡിലിറങ്ങി. ഗവൺമെൻറ് ഞെട്ടി. അങ്ങനെ ആ സുപ്രീം കോടതി പറഞ്ഞെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. ആ വിധി നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് പിണറായി വിജയൻ എടുക്കുകയും രഗന ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിത, അവർ വിശ്വാസിയല്ല, ഒരു നല്ല ജീവിതം ഏതെന്ന് നമുക്ക് പറയുന്നത് ശരിയല്ല, പക്ഷേ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവരുമല്ല, ഒരു മറ്റൊരു തരത്തിലുള്ള ജീവിതം നയിക്കുന്ന ഒരു വനിതയാണ്. അത് അവരുടെ പാർട്ടിൽ ശരിയാണ്, നമ്മളതിനെ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു നമ്മുടെ ശരാശരി സാധാരണ സ്ത്രീയും പുരുഷനൊക്കെ ജീവിക്കുന്ന ഒരു ഫാമിലി കൺസെപ്റ്റിൻ്റെ അപ്പുറമാണ് അവരുടെ ജീവിതശൈലി. അങ്ങനെയുള്ളൊരു വനിത തൊപ്പിയൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ച് പോലീസിൻ്റെ വലിയ സഹായത്തോടു കൂടി, ശ്രീജിത്ത് IPSൻ്റെയൊക്കെ സഹായത്തോടു കൂടി ശബരിമലയിൽ കയറാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. വിശ്വാസികൾ അതിനെ എതിർത്തു. നടയടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികൾ എതിർത്തു. അതിനുശേഷം ജനുവരി 2-നോ 3-നോ 2019 കനകദുർഗ പിന്നെ ബിന്ദു അമ്മണി, അത് രണ്ടും ഇതുപോലെ തന്നെയാണ്. അവരൊന്നും വിശ്വാസികളല്ല, 18-ാം പടി വഴി കയറിയവരല്ല, വ്രതം എടുക്കുന്നവരല്ല, ഒന്നുമല്ല. അവർ പോയി ഇതുപോലത്തെ ബീഫൊക്കെ അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ആക്ടിവിസം, കേരളത്തിൽ ഒരു ആക്ടിവിസത്തിന് വേണ്ടി രണ്ടുപേർ പോയി, പാതിരാത്രി പോയി, അതുവഴി ഓടിപ്പോയി. അങ്ങനെ ഒരു കളങ്കപ്പെടുത്തലൊക്കെ അവിടെ നടന്നു എന്നുള്ള വലിയ വാർത്തകൾ വന്ന് പിണറായി വിജയൻ പറഞ്ഞു, സ്ത്രീകൾ കയറിക്കഴിഞ്ഞു, ഇനി ആർക്കും കയറാം. അങ്ങനെയൊന്നും കയറാൻ പറ്റുന്നതല്ല, കാരണം ഈ ഒരു വിശ്വാസ പ്രമാണം അവിടെ നിൽക്കുന്നത് കൊണ്ട്. എന്തായാലും അതങ്ങനെ പോയി. അതിനിടയിലാണ് ഈ സുപ്രീം കോടതി വിധി ഇങ്ങനെ വന്നപ്പോൾ അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. 67 സംഘടനകൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. അതിൽ നായർ സൊസൈറ്റി ഉണ്ട്, വിശ്വഹിന്ദു പരിഷത്തുണ്ട്, വ്യക്തികളുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 3 അംഗ സമിതി, അന്നത്തെ 5 അംഗ സമിതിയിൽ ഉണ്ടായിരുന്ന
ഒരാളെ ഇപ്പോൾ ഈ സർവീസിലുള്ളൂ, കോടതിയിലുള്ളൂ, അത് സൂര്യകാന്താണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഒരു 3 അംഗ സമിതി ഉണ്ടാക്കി. എന്തിനു വേണ്ടി? 9 അംഗ സമിതി ഉണ്ടാക്കാൻ. ഈ 9 അംഗ സമിതി വേണം ഇത് കേൾക്കാൻ. ഇതിനിടയ്ക്ക് 1954 ബേലൂർ മഠവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ 7 അംഗ സമിതിയാണ് കേട്ടത് കേസ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 അംഗ സമിതിയാണ് ഇതിന് മുമ്പുള്ള വിധി പ്രഖ്യാപിച്ചത്. അത് തെറ്റാണ്. കാരണം 7 അംഗം പണ്ട് കേട്ടൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ ഓവർടേക്ക് ചെയ്തൊരു അഭിപ്രായം പറഞ്ഞാൽ 9 അംഗം പറയണമായിരുന്നു. പക്ഷേ അത് 5 അംഗേ പറഞ്ഞോളൂ. ഇതൊക്കെ ആര് ചോദിക്കാൻ? അത് കഴിഞ്ഞു. എന്തായാലും ആ 7 അംഗവും പോരാ എന്ന് പറഞ്ഞാൽ 9 അംഗങ്ങളുള്ള ഒരു ജഡ്ജിങ് പാനലിനെ വച്ചിരിക്കുന്നത്, ഒരു ജസ്റ്റിസുമാരുടെ പാനലിനെ വച്ചിരിക്കുന്നത്. അവർ കുറേ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 14-നകത്ത് അഫിഡവിറ്റ് എല്ലാവരും കൊടുക്കണം. അപ്പോൾ കേരള സർക്കാർ നേരത്തെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാം എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമനപരമായ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ. വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് കയറ്റാൻ പറ്റില്ല. ഇപ്പോൾ പക്ഷേ കേരള സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് പുനർവിചിന്തനം വന്നു, ഞങ്ങൾ ആചാര്യന്മാരായിട്ട് ആലോചിക്കും, ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കും, എന്നിട്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയേ അഫിഡവിറ്റ് കൊടുക്കുകയുള്ളൂ. അമിക്കബിൾ സെറ്റിൽമെൻറ്റ് എന്താണ്? ഒന്നുകിൽ കയറ്റണം അല്ലെങ്കിൽ കയറ്റണ്ട. കയറ്റണമെന്ന് പറഞ്ഞാൽ ആൾറെഡി കൊടുത്തിരിക്കുന്നത്. ഇനി അത് കയറ്റണ്ട എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടുത്തെ ഇടതുപക്ഷ സമൂഹം ഈ ഗവൺമെൻറ്റിനെ വിടുകയില്ല, CPM-നെ. കയറ്റണം എന്ന് പറഞ്ഞ് കയറ്റണ്ട എന്ന് പറഞ്ഞു കൊടുത്താൽ വിശ്വാസി സമൂഹം വിടത്തില്ല കയറ്റാതിരുന്നാൽ. കയറ്റണ്ട എന്നാണ് പറഞ്ഞ് തിരിച്ചാണ് കേട്ടോ. കയറ്റണം, ഞാൻ പറഞ്ഞതിലൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. കയറ്റണമെന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികൾ കയറട്ടെ എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം വിടത്തില്ല. ഇനി കയറണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കയറണ്ട എന്നാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ആരെയും കയറ്റണ്ട, സ്ത്രീകളെ കയറ്റണ്ട എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സമൂഹം, അതായത് പ്രത്യേകിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാ സാഹിത്യ സംഘം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന തീവ്രവാദികളും ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം കാണിക്കുന്ന എഴുത്തുകാരും മറ്റു ഫെമിനിസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാവരും സർക്കാരിനെതിരാവും. എന്തായാലും ഏതെങ്കിലും ഒരു കൂട്ടർ സർക്കാരിനെതിരാവും. ആ ഒരു ട്രാപ്പിലാണ് സർക്കാർ നിന്ന് പെട്ടിരിക്കുന്നത്. ആളുകളെ കയറ്റാമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തുള്ളവരെതിരാവും, കയറ്റണ്ട എന്നുള്ളൊരു ലൈൻ കയറ്റാമെന്ന് പറഞ്ഞാൽ വിശ്വാസികളെതിരാവും. കയറ്റാമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ സമ്മതിക്കത്തില്ല, വിശ്വാസികൾ അതിനെതിരാണല്ലോ. കയറ്റണ്ട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെതിരാവും. എന്തായാലും മാർച്ച് 14-നും ഏപ്രിൽ 24-നും ഇടയ്ക്കാണ് ഈ കേസ് വരുന്നത്. ഇതിൻ്റെ ഇടയിലുള്ളൊരു ചൂട് കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫെബ്രുവരി മാസമാണ്, മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മീനമാസത്തിൽ സൂര്യൻ ഇവിടെ ഉച്ചസ്ഥായിയിലെത്തുന്നത്. ആ സമയത്താണ് ശബരിമല വിഷയവും ഹോട്ടായി വരുന്നത്. പ്രത്യേകിച്ച് അവിടെ മോഷണം നടന്നു, കൊള്ള നടന്നു, അതിൻ്റെ വിഷയങ്ങളുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടന്നു, അതിൻ്റെ വിഷയങ്ങളുണ്ട്. മൂന്നാമതായിട്ടാണ് ശബരിമല സ്ത്രീ പ്രവേശനം കൂടെ വരുന്നത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഹോട്ടായിട്ടുള്ളൊരു വിഷയം തിരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ്, 3ാം ഭരണത്തിലേക്ക് വേണ്ടി പിണറായി തയ്യാറാകുന്നു. പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് VD സതീശൻ കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ BJPൻ്റെ ഇടയിൽ പരമാവധി സീറ്റ് പിടിക്കാൻ നിൽക്കുന്നു. ഈ എല്ലാ ചൂടും കൂടി ശബരിമല കേസ് എങ്ങോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. ഈ കേസിൽ ഇനി BJP അവിടെ സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള നിലപാടായിരിക്കും, കോൺഗ്രസ്സിന് കയറ്റരുതെന്നുള്ള നിലപാടാണ്, CPM-ന് നേരത്തെ കയറ്റണമെന്നുള്ള നിലപാടായിരുന്നു. ഇനി അത് കയറ്റണ്ട എന്നുള്ള നിലപാടായാൽ അപ്പോഴും കുറേ ശത്രുക്കളെ അവർ സൃഷ്ടിക്കും. കയറ്റണം എന്നുള്ള നിലപാടെടുത്താലും കുറേ ശത്രുക്കളെ സൃഷ്ടിക്കും. എന്തായാലും CPM വലിയ വെട്ടിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. കോൺഗ്രസും BJPയും ഇതിൽ സേഫ് സൈഡിലാണ് നിൽക്കുന്നത്. കാരണം അവർ ഒരു സ്റ്റാൻഡുള്ളവരാണ്. നേരത്തെ ഒറ്റ സ്റ്റാൻഡേ ഉള്ളവർക്ക് അവിടെ സ്ത്രീകളെ കയറ്റരുത്, വിശ്വാസമാണ് പ്രധാനം അവരെ സംബന്ധിച്ച്. ഇപ്പുറത്ത് വിശ്വാസത്തേക്കാൾ ഉപരി ഭരണഘടനയും തുല്യതയും സ്ത്രീനീതിയും നവോത്ഥാനവുമാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറയുന്ന ഇടതുപക്ഷം, അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന ഇടതുപക്ഷം ഇനി മാറ്റി കൊടുക്കുമോ? സ്ത്രീകളെ കയറ്റാൻ അനുകൂലമായൊരു അഫിഡവിറ്റ് കൊടുത്ത് വിശ്വാസികളുടെ ഒരു സ്നേഹം നേടുമോ ഇലക്ഷന് വേണ്ടി? നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ. നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. കേരളമാണ് സ്ഥലം. വോട്ടിന് വേണ്ടി എന്ത് കാര്യവും ചെയ്യുന്ന സ്ഥലമാണിവിടെ. അൾട്ടിമേറ്റ് വോട്ട് വേണം. അതിന് ജമാഅത്ത് ഇസ്ലാമിക്ക് ജമാഅത്ത് ഇസ്ലാമി, SDP എങ്കിൽ SDP, PDP എങ്കിൽ PDP, സംഘപരിവാറെങ്കിൽ സംഘപരിവാർ, വർഗീയതയെങ്കിൽ വർഗീയത, പള്ളിയിലച്ചനാണെങ്കിൽ പള്ളിയിലച്ചൻ, മുല്ലാക്കയാണെങ്കിൽ മുല്ലാക്ക, ആരെ എന്ത് പിടിച്ചിട്ടായാലും ശരി നമുക്ക് വോട്ട് വേണം. അതാണ് നമുക്ക് പ്രധാനം. അതിനുവേണ്ടി എന്ത് പരിപാടിയും നമ്മൾ കാണിക്കുന്ന ഒരു തത്വാധിഷ്ഠിതവും ഒന്നുമില്ലാത്തൊരു സമൂഹമാണ്. പക്ഷേ ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഗവൺമെൻറ് ഇത് അഡ്രസ്സ് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു കൗതുകമേ ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം നോർമലായി ശബരിമലയെ സുപ്രീം കോടതി എന്ത് പറയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ 5 അംഗങ്ങളുള്ള വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കയറ്റണമെന്നാണല്ലോ. അതേ വിധി തന്നെ
അത് തന്നെ തുടർന്ന് ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ, 9 അംഗങ്ങൾ പറഞ്ഞാൽ, അതെല്ലാവരും തമ്മിൽ 5, 8, 7 അത് എങ്ങനെയായാലും ഭൂരിപക്ഷം സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞാൽ വീണ്ടും നാമജപഘോഷയാത്രകളും തർക്കങ്ങളും വഴക്കുകളും തമിഴ്നാട്ടിൽ നടന്ന ജല്ലിക്കെട്ട് മോഡൽ സമരം പോലുള്ള വലിയ സമരങ്ങളും കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതും വലിയ പൊളിറ്റിക്കൽ തിരിച്ചടിയാകാം. അപ്പോൾ ചുരുക്കത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അയ്യപ്പൻ ഇറങ്ങിക്കളിക്കുന്നു. പല വർഷങ്ങളിൽ കേരളത്തിൽ ഒരു വലിയ വിഷയമായി വരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അധികാരവും സമ്പത്തും പ്രശസ്തിയും പദവിയും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമായതുകൊണ്ടാണ് ഈ തല്ലും വഴക്കും അടിയൊക്കെ നടക്കുന്നത്. ഹിന്ദു സമൂഹത്തിലാണ് ഇതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് കാലത്തിൻ്റെ ഒരു വിധി വൈപരീത്യം. എന്തായാലും സുപ്രീം കോടതി പറയട്ടെ, വിശ്വാസികൾ തീരുമാനിക്കട്ടെ.